അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ചിക്കൻ കറി വെക്കുകയാണ്. എൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. ആദ്യമായിട്ടൊന്നല്ല വെക്കുന്നത്, എപ്പോഴും നമ്മൾ തന്നെയാണ് ചിക്കൻ കറിയൊക്കെ വെക്കൽ. ഇമ്മ എന്തെങ്കിലുമൊക്കെ ഉച്ചയ്ക്കുള്ള ചാറ് അങ്ങനെയുള്ളതൊക്കെയാണ് വെക്കുക. ചിക്കൻ കറി അതുപോലെ ബീഫൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ തന്നെ ചെയ്യുക. ഞാനും ഷെയ്മത്താത്തയും കൂടി തന്നെ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് വെക്കൊന്നുമല്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. മുത്തശ്ശി ഉള്ളപ്പോൾ മുത്തശ്ശി വെക്കല്, ഉമ്മ വെക്കലില്ല. അതെ, ഇറച്ചിക്കറി അങ്ങനെ വെക്കില്ല. ബീഫ് ചിക്കൻ അങ്ങനെയുള്ളതും ബിരിയാണി അതൊന്നും വെക്കില്ല. ഉണ്ടെങ്കിൽ കൂടെ ഇങ്ങനെ ഒപ്പം നിൽക്കും, സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിനെ നിൽക്കുകയൊക്കെ ചെയ്യും. വെക്കലൊക്കെ നമ്മൾ തന്നെ വെക്കുക കേട്ടോ. പെരുന്നാൾക്കൊക്കെ ബിരിയാണി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാളും കൂടി തന്നെ വെക്കുക. ദിൽനെയാണ് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവള് ഷട്ടിൽ കളിക്കാൻ വേണ്ടി പോയിക്കായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ആൾക്ക് പെട്ടെന്ന് ഒരു പണി വന്നു. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദിൽനാന് കളിക്കുന്നവിടത്തുനിന്ന് പിടിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുന്നു കേട്ടോ. താനും കുളിക്കിട്ടോ. ഇവരിവിടെ അടുത്തൊരു പറമ്പുണ്ട് കേട്ടോ. ഒരു മണ്ണെടുത്തിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഇപ്പോൾ നല്ല ഷട്ടിൽ കളിക്കാനും രാവിലെ നേരം വലിയ ആൾക്കാരൊക്കെ ഇക്കാൻ്റെ പോലുള്ള ഇക്കാൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കളിക്കും. ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ കളിയാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മളും ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമ്മൾ പോകും കുട്ടികൾ കളിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ദിൽന വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു കണക്കൊക്കെ അവൾക്കുണ്ട്. വീഡിയോ എടുക്കാൻ വയ്യ, കളിക്കുന്നവർക്ക് വിളിച്ചിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നമ്മ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും സ്പെഷ്യലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. താനോട്ടി കുളിച്ചാ നല്ല കുട്ടിയല്ലേ. ആര് വന്നിട്ട് ഉമ്മയാ? ഉമ്മക്ക് പണിയുണ്ട്. ഇന്നിപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ വെക്കുന്നത്. നെയ്ച്ചോറാണ്. അപ്പോൾ പിന്നെ എന്തായാലും അതിന് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് പറ്റുള്ളൂ. പിന്നെ ചാറൊക്കെ വേണ്ടേ. നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള കറിയൊന്നും എപ്പോഴും വെക്കലില്ല കേട്ടോ. ഇപ്പോൾ നെയ്ച്ചോറ് വെക്കും കൊണ്ട് എന്തായാലും തേങ്ങ അരച്ചിട്ടുള്ള കറി ഒന്നും ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വെക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ അരയ്ക്കാതുള്ള ഒരു ഗ്രേവി പോലെ ആ ടൈപ്പിലാണ് ചിക്കൻ കറി വെക്കലുള്ളൂ. നെയ്ച്ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിലും തേങ്ങ അരക്കില്ല, ഗ്രേവി പോലെ ആക്കുക ചെയ്യുള്ളൂ. ഇന്നിപ്പോൾ ആദ്യമായിട്ട് തേങ്ങ കുറേ മുമ്പ് എപ്പോഴോ തേങ്ങ അരച്ച് വെച്ചതാണ്. അപ്പോൾ അത് കഴിച്ചില്ലേ. നല്ല തുടക്കിനിട്ട് തനു തല തന്നെ അപ്പുറത്തുനിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം എന്നെ വിളിച്ചു ഉമ്മ കുളിപ്പിച്ചാട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ അതിന് നിൽക്കാൻ സമയമില്ലല്ലോ. അപ്പം ഇപ്പം അങ്ങനെ തനിയെ കുളിക്കാൻ പറഞ്ഞു. ഇതിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഈ ഗ്യാപ്പിൽ ഇപ്പോൾ അവൾ പോയിട്ട് കുളിച്ചു. എന്താ പറഞ്ഞാൽ അങ്ങനെ മുഷിഞ്ഞ് നിൽക്കല്ലേ, കളിയൊക്കെ കഴിഞ്ഞ് വേർത്ത് നിൽക്കല്ലേ. അപ്പോൾ പിന്നെ പോയി കുളിച്ചിട്ട് വന്നാൽ മതി. പിന്നെ ഈ പണിയൊക്കെ കഴിയുമ്പോഴേക്കും ഒരുപാട് സമയമാവും. അപ്പം പിന്നെ എന്തായാലും കുളിച്ചിട്ട് ബാക്കി എടുത്താൽ മതി പറഞ്ഞിട്ട് അവൾ കുളി കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. കുളിക്കാല്ലേ തൈര്. കുടിക്കാണ്ടാവും തൈര് കുടിക്കാൻ. ഓ, ഇതിനകത്ത് തൈര് നല്ല ഇഷ്ടമാണ് കുടിക്കാൻ. തൈര്, മോര് അങ്ങനത്തെയൊക്കെ. തനുവിന് അതിന് വേണ്ടിയിട്ട് അതൊന്നും പറ്റില്ല. മോരിൻ്റെയൊക്കെ മണം കേൾക്കുമ്പോഴേക്കും തനുവിന് ഛർദ്ദിക്കാൻ പറ്റും. അതൊക്കെ അതൊന്നും പറ്റും. ഒരു ദിവസം നമുക്ക് മോര് കറി വെക്കാം കേട്ടോ, ബാക്കി തൈരും കൊണ്ട്. ഉരുളക്കിഴങ്ങ് ഇപ്പൊ തന്നെ ഇടാം അല്ലേ. ഇറച്ചിക്ക് പത്ര വേവൊന്നുമില്ല. ഇതിൽ എല്ലില്ലാത്ത പീസൊന്നും ഇട്ടിട്ടില്ല, പൊരിക്കാൻ പറ്റി ചിക്കൻ. ചെറിയ തേങ്ങ, കുഞ്ഞു തേങ്ങ, വെള്ളം നിറയുണ്ട്. ആണോ? നല്ല മധുരമുണ്ട്. കൊട്ടോ എന്നാലും എല്ലാ മസാലയൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പിടിക്കില്ല. ഒഴിക്കാല്ലേ. പോരെ നോക്ക്. ഈ തേങ്ങയും കൈയും വെള്ളവും പറ്റുമോ? ആ ചട്ടിയിട്ട്
ചപ്പാത്തി അവിടെ ഇരിക്കണ്ടേ? ചെറുകട്ടെ ഇപ്പൊ തന്നെ കടുക് കേട്ടോ. അരി കുതിർത്താൻ മറന്നു. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ മൂത്തച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സംസാരിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ എന്തൊക്കെയോ പണികളൊക്കെ മറന്നുപോയി. ക്യാരറ്റോ അല്ല, കാരറ്റ് നമ്മള് എന്താണ് ദമ്മിടുന്ന സമയത്ത് ഇട്ടാൽ മതി. ഗ്രീൻ പീസ് വേണമെങ്കിൽ ഒന്ന് തിളച്ചിട്ട് മല്ലിയിലൊക്കെ കൂട്ടാൻ മല്ലിയില കൂട്ടാനത്തിലൊന്നും കൊണ്ടുപോയിട്ടില്ല. ഒക്കെ മറന്നു. പക്ഷെ അയച്ചിട്ട് പോട്ടോ. തൈരോ വേണ്ട, നീ ഇത്തിരി വെള്ളം എടുക്ക്. നെയ്ച്ചോറല്ലേ എങ്ങനെയെങ്കിലൊക്കെ നേരാക്കി വെക്കണം. അത്ര വേണോ? ഇത്ര പോരെ. ഞാൻ കുതിർത്തിയിട്ടില്ല, അരി കുതിർത്തിയിട്ടില്ല. നല്ലതുപോലെ ഉപ്പിട്ടാ ഉപ്പിട്ടിട്ടില്ല. നെയ്ച്ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇല ഇട്ടിട്ട് കളിക്കാൻ പോരെ? ഇലയില് എന്താടി കറക്റ്റായിട്ട് വന്നിട്ടുണ്ടല്ലേ. ഞാൻ കളർ പോയില്ലേ? വെള്ള കളറില്ലേ? കുട്ടികൾക്ക് കൊടുക്കാം. ഇപ്പൊ എന്തായാലും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ കഴിക്കുന്നില്ല. അവർക്ക് വിശക്കുമോ പിന്നെ അവർക്ക് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ച് എന്നിട്ടാണ് പിന്നെ നമ്മൾ കഴിക്കുള്ളൂ കേട്ടോ. അവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ. കളി കഴിഞ്ഞ് കുളി കഴിഞ്ഞാൽ വിശപ്പാ. കുളി കഴിഞ്ഞാൽ നല്ലൊരു വിശപ്പാണ് കേട്ടോ. കറി വരൂ. കൊടുത്താൽ മതി. തനുവിന് ഇത്തിരി ചാറ് വെച്ചാൽ മതി. എന്ത് വേണ്ടേ? ഇത് തൈരല്ല, സുർക്കയാണ്. നമ്മളിപ്പോഴും റോയൽ കുക്കിന്റെ അരിയാണ് കേട്ടോ വാങ്ങുക. ഇന്നിപ്പോ ആദ്യമായിട്ടാണ്. ഇതെന്താണ് ബർക്കത്ത് അരിയാണ് കേട്ടോ. ബർക്കത്താണ്, നല്ല അരിയാണ് കേട്ടോ. പേടി ഉണ്ടായിരുന്നു നേരാവില്ലേ എന്ന് വിചാരിച്ചിട്ട് ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. പക്ഷെ നേരെ കറക്റ്റ് അരിയാണ്. നല്ല നിങ്ങൾ നന്നായിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. കുട്ടികൾക്ക് വിശക്കുന്നുണ്ട്. ഇതിലെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. ഓക്കെ, ബൈ.